ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് V-Guard ഇൻവെർട്ടേഴ്സ് സോൾട്രിഗോ എന്നുള്ള മോഡൽ V-Guard ഇൻവെർട്ടേഴ്സ്. ഇത് 3 കിലോവാട്ടിന്റെ സിസ്റ്റമാണ്. 3 കിലോവാട്ടിന്റെ ഈ മെഷീനിലെ വൈഫൈ നിങ്ങൾക്ക് ഡിസ്കണക്ട് ആയി പോയാൽ എങ്ങനെ റീകണക്ട് ചെയ്യാന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സ്മാർട്ട് ക്ലയന്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. V-Guardന്റെ തന്നെ ഡേറ്റ ഫീഡിങ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ആപ്ലിക്കേഷൻ എടുക്കുക. അതിൽ താഴെ വൈഫൈ കോൺഫിഗറേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വൈഫൈ എടുത്ത് സെർച്ച് ചെയ്യുക. ഈ വൈഫൈയിൽ ഈ നമ്മുടെ ഡിവൈസിന്റെ നെയിം കാണിക്കുന്നതാണ്. ഓക്കെ, ആക്സസ് പോയിന്റ് ആയിട്ട് ഈ ഡിവൈസിന്റെ സീരിയൽ നമ്പർ P bar എന്ന് പറഞ്ഞിട്ട് സീരിയൽ നമ്പർ ഇതിൽ കാണിക്കും. നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. 1 2 3 4 5 6 7 8 ആണ് അതിന്റെ പാസ്വേഡ് വരുന്നത്. അതിലേക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ ചെക്കിംഗ് കണക്ഷൻസ്, യെസ്, കണക്റ്റഡ് വിത്തൗട്ട് ഇന്റർനെറ്റ്. ഇതിൽ വേറെ ഇന്റർനെറ്റ് ആക്സസ് ഇല്ല. നമുക്ക് ആപ്ലിക്കേഷൻ എടുക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് വൈഫൈ ഇതിന്റെ ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഓഫ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് കണക്ടിവിറ്റി ആവുള്ളൂ. ഡയഗ്നൈസ് എടുക്കുക, അതായത് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എടുക്കുക. നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ വൈഫൈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന വൈഫൈ എല്ലാം കാണിക്കും. നമ്മൾ BSNL വൈഫൈ ആണ് വീട്ടിലെ കണക്ഷൻ വരുന്നത്. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിന്റെ പാസ്വേഡ് എന്ന് പറയുന്നത് 060238 ഇതാണ് ഇവിടുത്തെ പാസ്വേഡ് വരുന്നത്. ഇവിടെ മുകളിൽ സെറ്റിംഗ്സ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ വൈഫൈ സെറ്റായിട്ട് സിസ്റ്റം ഇപ്പോൾ റീബൂട്ട് ആവും. ഇനി ഡേറ്റ ലോഗിൽ നോക്കുക. ഡേറ്റ ലോഗിൽ എല്ലാം ഒന്ന് റീസെറ്റ് ആയിട്ടുണ്ട്. റീസെറ്റായി വരും. കൺഫേം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതുമായിട്ട് വൈഫൈ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങും.